ഇപ്പം ഞാനും കൂടെ കല്യാണം കഴിച്ചുകൊണ്ട് ആ കുഞ്ഞിന് കൊടുക്കേണ്ട സ്നേഹം ഞാൻ തട്ടിപ്പറിച്ചെടുത്താണ്. ഒരിക്കലും. കാരണം ആ കുഞ്ഞിന്റെ അമ്മ, അതായത് അപ്പൂന്റെ എക്സ് വൈഫ്, പുള്ളിക്കാരി വേറെ ഒരാളോടെ ജീവിക്കുകയാണ്. പുള്ളിക്കാരി സ്നേഹിച്ച ഒരാളുടെ കല്യാണം കഴിച്ച് ജീവിക്കുമ്പോൾ അവിടെ കയറി ഞാൻ എന്തിനു കേസ് ബഹളം വെക്കണം, അല്ലെങ്കിൽ അവിടെ കയറി അപ്പു എന്തിനു ബഹളം വെക്കണം? അതുകൊണ്ട് പുള്ളിക്കാരി വേറെ ജീവിതം ജീവിക്കുന്നു. സ്വന്തം അച്ഛനിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം ഒരിക്കലും ഞാൻ അപഹരിച്ചെടുക്കില്ല ഗൈസ്. കാരണം എനിക്ക് ഇന്ന് ആ കുഞ്ഞ് എന്റെ കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ കല്യാണം കഴിക്കില്ലായിരുന്നു. ഞാൻ അപ്പൂടെ ഞാൻ പറയുന്നത്, അപ്പൂ കുഞ്ഞ് നമ്മുടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പം ഒന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൂ ഒരിക്കലും കല്യാണം കഴിക്കില്ല. അത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം കുഞ്ഞുണ്ടായിരുന്നുണ്ടെങ്കിൽ അപ്പൂ പറഞ്ഞാൽ കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് അപ്പൂനെ എനിക്കറിയാം, കുഞ്ഞില്ലാത്ത സമയത്ത് അപ്പൂനെ എനിക്കറിയാം. കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അപ്പൂ ഒരിക്കലും കല്യാണം കഴിക്കില്ലായിരുന്നു. പിന്നെ ഇൻ കേസ് അങ്ങനെയാണ്, ഓക്കെ, ഞങ്ങൾ തമ്മിൽ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ആണ് കുഞ്ഞ് ഞങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞാണ് ആ കല്യാണം കുറച്ച് നീട്ടി വെച്ചേനെ. കാരണം ഞാൻ നോക്കും ആ കുഞ്ഞിന് ഞാൻ ഓക്കെ ആവുമോ നോക്കും. ഓഫ്കോഴ്സ് ഞാൻ നോക്കിയിട്ട് കാരണം ആ രണ്ടുപേരുടെ ലൈഫിലോട്ട് ഞാൻ ചെന്ന് കയറുമ്പോൾ അവർ തമ്മിലുള്ള ബോണ്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല, അവർ തമ്മിലുള്ള സ്നേഹവും ഞാൻ കളയാൻ വേണ്ടിയിട്ട് പാടില്ല. ഞാൻ കുഞ്ഞിന് ഒരു അമ്മ ആവാൻ ട്രൈ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രമിക്കുന്നത് ഞാൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവാം, എല്ലാം തുറന്ന് പറയാൻ പറ്റുന്ന, ഏത് സങ്കടത്തിനും ഒരു ചുമരാവാൻ പറ്റുന്ന, ഒരു തോളാവാൻ പറ്റുന്ന ഒരാളാവാനും ഞാൻ ശ്രമിക്കുള്ളായിരുന്നു. സോ അതുകൊണ്ട് കുഞ്ഞുണ്ടായാലും ഓഫ്കോഴ്സ് ഇപ്പൊ ഈ കല്യാണം നടക്കൂലായിരുന്നു. നാളെ മേ ബി ഒരു 30-35 ആയിട്ട്, കാരണം കുഞ്ഞിന് ഓക്കെ ആയി, ആ കുഞ്ഞ് കംഫർട്ടബിൾ ആവുന്ന ഒരു ഡേ, ഓക്കെ ഇതിന് ഓക്കെ ആണ് എന്നുള്ള സമയത്ത്, അല്ലാതെ അപ്പൂന്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ട്, എന്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ട്, കയറിയിട്ട് അങ്ങനെ ചെയ്യില്ലായിരുന്നു. ഞാൻ അപ്പൂട്ടനാണ് എന്റെ കാര്യം ഞാൻ പറഞ്ഞു. സമയത്ത് എന്റെ മുമ്പ് ആവശ്യം വന്നാൽ ഉറപ്പായിട്ട് ഞാൻ ഉണ്ടാവും. നമ്മളുണ്ടാവും, അത്രേ ഉള്ളൂ.